കേരയിൽ ഉപേക്ഷിച്ച് RRTS തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ പാതയ്ക്ക് മന്ത്രിസഭയുടെ അനുമതി. അതിവേഗ റെയിൽ പാതയെന്ന സ്വപ്ന പദ്ധതിക്കായി രൂപം കൊടുത്ത കേരയിൽ ഉപേക്ഷിച്ച് തിരുവനന്തപുരം കാസർഗോഡ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം നടപ്പാക്കാൻ മന്ത്രിസഭാ യോഗം തത്വത്തിൽ അംഗീകാരം നൽകി. 583 കിലോമീറ്റർ നീളത്തിലുള്ള അതിവേഗ റെയിൽ പാതയ്ക്കാണ് സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത്. സിൽവർ ലൈൻ പദ്ധതിക്ക് റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് സാങ്കേതികാനുമതി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് സർക്കാരിന്റെ പുതിയ നീക്കം. RRTS പാതയിൽ മണിക്കൂറിൽ 160 മുതൽ 180 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാനാകും. പരിസ്ഥിതി ആഘാതവും ഭൂമിയേറ്റെടുക്കലും കുറയ്ക്കുന്നതിനായി തൂണുകൾക്ക് മുകളിലുള്ള എലിവേറ്റഡ് പാതയ്ക്കാണ് മുൻഗണന നൽകുന്നത്. ജനസാന്ദ്രതയേറിയ കേരളത്തിൽ ഇത് കൂടുതൽ അനുയോജ്യമാകും എന്നതാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ഡൽഹി മീററ്റ് RRTS മാതൃകയിലാണ് കേരളത്തിലെ പദ്ധതി നടപ്പിലാക്കുക. മീററ്റ് മെട്രോ RRTSുമായി സംയോജിപ്പിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈ സംവിധാനം പൂർണ്ണമായും ഗ്രേഡ് സെപ്പറേറ്റഡ് ആയാണ് നടപ്പാക്കുക. ഈ മാതൃകയിൽ കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് മെട്രോ സംവിധാനവുമായി RRTS സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കും. ഡൽഹി മാതൃകയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 20% വീതം മുടക്കും. ബാക്കി 60% തുക അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്ന് വായ്പയായി കണ്ടെത്തും. 4 ഘട്ടങ്ങളിലായി പദ്ധതി 12 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ഒന്നാം ഘട്ടം 2027 മുതൽ നിർമ്മാണം ആരംഭിച്ച് 2033 പൂർത്തിയാക്കും. തൃശൂർ മുതൽ കോഴിക്കോട് വരെയുള്ള രണ്ടാം ഘട്ടം, കോഴിക്കോട് മുതൽ കണ്ണൂർ വരെ മൂന്നാം ഘട്ടം, കണ്ണൂർ മുതൽ കാസർഗോഡ് വരെ നാലാം ഘട്ടം എന്നിങ്ങനെയാണ്. അയൽ സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെ പാലക്കാട് വഴി കോയമ്പത്തൂരിലേക്കും തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്കും കാസർഗോഡ് വഴി മംഗലാപുരത്തേക്കും ഭാവിയിൽ വികസിപ്പിക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. 12 വർഷത്തിനുള്ളിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്നും സംസ്ഥാന സർക്കാർ പറയുന്നു.